ഹലോ മൈ ഗൈസ്, രാജനെ പല്ലും തേക്കാതെ പനിയായതെടുത്ത് താഴെ പോയിരുന്നപ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായി. ഇന്നലെ വിദേശ യാത്ര പോയതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ സുമേഷ് ഫുൾ ടീമായിട്ട് പോകണുണ്ട്. നമ്മൾ എത്ര വിളിച്ചിട്ട് കേട്ടില്ല. ഏത് സമരത്തിലേക്ക് പോകണമെന്ന് പോകും. ശിവജി പല്ലും തേക്കാതെ മുട്ട തൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിക്കുടി റൌഫാണെന്ന് പറഞ്ഞത്. ലക്ഷദ്വീപിൽ അവന്റെ വാപ്പ വലിയ പണക്കാരാണ് അവൻ പറഞ്ഞത്. ഈ ചങ്ങായിമാരുടെ പൗഡറും ക്രീമും എല്ലാം മാറി തേച്ചിട്ട് നല്ല നേരം വെച്ചിന്. വിവീഷാണ് ഏറ്റവും കൂടുതൽ നേരം വഹിച്ച്. ബസ് വന്നപ്പോൾ എല്ലാവരും പെറുക്കി കൂട്ടി ബസ് കയറ്റി. ഈ മുന്നാണെങ്കിൽ ക്യാമറ നോക്കുന്നില്ല. എന്തുകൊണ്ട് നോക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കടക്കാരെ പിടിച്ചോണ്ടുപോകുന്നു. കളശ്ശേരി എത്തിയപ്പോണ്ട് ഈ ചങ്ങ വരുന്നവർ പോകുന്നവർക്ക് എല്ലാവർക്കും ഐഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം ഈ മൊണ്ണ ഉണ്ടായിന്. അങ്ങനെ നമ്മൾ പണി സ്ഥലത്ത് തീ ചങ്ങന്മാർ കാട്ടിലോട്ടുള്ള യുദ്ധത്തിന് വന്ന മാതിരിയാണ്. സൈറ്റിൽ മെയിൻ ആയതുകൊണ്ട് ഇവരോട് പണി എടുപ്പിച്ചു. അത് കസര അങ്ങനെ വേട് ആ ചെമ്പൊക്കെ കേൾക്കാൻ കൊടുക്കണം. ചെമ്പ് കേൾക്കാൻ കൊടുക്ക്. ആ ചെമ്പ് കേൾക്കാൻ കൊടുക്ക്. നീളണ്ടല്ലോ പൊന്തിലോ നിന്നെ വേണ്ടി മുത്ത എന്നാ ആവോ? ഞാൻ അതിന്റെ മരത്തിൽ ഉണ്ടാക്കലിട്ടാണ് വേട് എല്ലാം കൂടി നശിപ്പിക്കുവോ? വേട് കിട്ടിയ ക്യാപ്പിൽ ചുക്കാമണിക്ക് മൂത്രയ്ക്കണ പറഞ്ഞപ്പോൾ മുന്നിൽ നോക്കിയ പൈച്ച ബാക്ക് നോക്കിയപ്പോൾ വേറെ ചുക്കാമണി വെറുതെ കളയണ്ടല്ലോ വിചാരിച്ച് നമ്മൾ വേഗം അവിടെ മുങ്ങി. ലക്ഷദ്വീപിലെ കല്യാണത്തിന് മാത്രം കണ്ടുവരുന്ന ദഫ് മുട്ടാൻ ഓഫ് പറഞ്ഞു. 2 മണിയപ്പോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. 4 മണിയപ്പോൾ നമ്മൾ കുറച്ച് ചോറ് കഴിച്ചു. ഫുഡ് കഴിച്ച പാടെ പൈസ കിട്ടി. പാടത്ത് പണി പറമ്പത്ത് കൂലി അതുപോലെ. എനിക്കാണെങ്കിൽ എത്ര എണ്ണിട്ട് മതിയാവില്ല. ഈ മണ്ണകളിൽ ആദ്യം പൈസ ഇട്ട് വേണ്ടി ചാടി എടുക്കും. അവിടെ നിന്ന് ഇറങ്ങി നേരെ മാളെ പോയി ചൊറേ വായനോ. ഈ ചെങ്ങമര ടോപ്പ് കയറി അവിടെ ക്ലിയർ കാണാൻ പറഞ്ഞിട്ട് ടൈൽസ് കണ്ടതുകൊണ്ട് നമ്മളെ കുട്ടികളോട് നമ്മൾ പിന്നെ സ്റ്റാൻഡേർഡ് നോക്കാതെ നമ്മൾ എവിടെ പോയി നമുക്ക് നാണമാണൊന്നുമില്ല. നമ്മളെല്ലാം എൻജോയ് ചെയ്യും. അങ്ങനെ ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. ഗൈസ് ഇന്നത്തുള്ളൂ, ബാക്കി നാളെ.